നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഹോട്ടൽ മുറിയിൽ ഭാര്യ മറ്റൊരാളെ കൊണ്ടുവന്ന് അയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നാരോപിച്ചുകൊണ്ട് ഭാര്യയുടെ ദേഹമാസകലം സിഗരറ്റ് കുറ്റി കൊണ്ട് കുത്തി പൊള്ളലേൽപ്പിച്ചു. സംഭവത്തിൽ യുവാവ് കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ കോടതി 10 ലക്ഷം രൂപയാണ് പിഴയായി വിധിച്ചത്. ഭർത്താവ് ശാരീരികമായി പീഡിപ്പിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ഭാര്യ പരാതി നൽകിയതിനെ തുടർന്നാണ് നടപടിയുണ്ടായിരിക്കുന്നത്. ഭർത്താവ് തന്നെ പതിവായി മർദ്ദിക്കുകയും ക്രൂരമായി ഉപദ്രവിക്കുകയും ചെയ്യാറുണ്ട് എന്ന് യുവതി പരാതിയിൽ പറയുന്നുണ്ട്. ചവിട്ടി വീഴ്ത്തുകയും വൈദ്യുത ചാർജിംഗ് കേബിൾ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചു വീഴ്ത്തുകയും ചെയ്യാറുണ്ട്. മുഖം മേശപ്പുറത്ത് അടിക്കുകയും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സിഗരറ്റ് കഷ്ണം ഉപയോഗിച്ച് പൊള്ളലേൽപ്പിക്കുകയും ചെയ്തതായും പരാതിയിൽ യുവതി ആരോപിച്ചു. ആക്രമണത്തെ തുടർന്ന് യുവതിയുടെ ശരീരത്തിൽ ഗുരുതരമായി പരിക്കേറ്റതായി സ്ഥിരീകരിച്ച് മെഡിക്കൽ റിപ്പോർട്ടും അവർ കോടതിയിൽ തെളിവായി സമർപ്പിച്ചിരുന്നു. ഒരു മാനസികാരോഗ്യ ആശുപത്രി നൽകിയ മറ്റൊരു മെഡിക്കൽ റിപ്പോർട്ട് പ്രകാരം യുവതിക്ക് വിഷാദം, ഉത്കണ്ഠ, ആശയക്കുഴപ്പം, തീവ്രമായ ഭയം, ഉറക്കമില്ലായ്മ, വിശപ്പ് കുറവ് തുടങ്ങി ഗുരുതരമായ മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇത്തരം മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമായത് ഭർത്താവിന്റെ നിരന്തരമായ പീഡനമാണെന്നും കോടതി വിലയിരുത്തുകയുണ്ടായി. സംഭവത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുവതിയുടെ ആക്ഷേപം ശരിയാണെന്ന് കണ്ടെത്തുകയായിരുന്നു. ഇതിനെ തുടർന്ന് യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. കുറ്റം ചെയ്തതായി യുവാവ് പോലീസിനോട് സമ്മതിച്ചു. എന്നാൽ ഭാര്യയ്ക്ക് മറ്റൊരു പുരുഷനുമായി ബന്ധമുണ്ട് എന്ന് കണ്ടുപിടിച്ചതോടുകൂടിയാണ് താൻ അവരെ മർദ്ദിച്ചത് എന്നാണ് ഇയാൾ പോലീസിനോട് പറയുന്നത്. തങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ ഭാര്യ മറ്റൊരാളെ കൊണ്ടുവന്ന് അയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് താൻ കണ്ടുപിടിച്ചതായി, തുടർന്ന് പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ഭാര്യയെ അടിച്ചുവെന്നുമാണ് യുവാവ് പറഞ്ഞത്. കോടതി നിയോഗിച്ച വിദഗ്ധരുടെ മെഡിക്കൽ റിപ്പോർട്ടിൽ യുവതിയുടെ മുഖത്തും തലയോട്ടിയിലും ഒന്നിലധികം മുറിവുകളും ഇടത് കവിളിൽ വലിയ വീക്കവും ഉണ്ടായിരുന്നു. കൈത്തണ്ടയിലും കയ്യിലും പുറം ഭാഗത്തും പൊള്ളലേറ്റതായും കണ്ടെത്തി. കോടതിയുടെ നിർദ്ദേശപ്രകാരം യുവതിക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി. മാനസികാരോഗ്യ ചികിത്സയും യുവതിക്ക് ലഭ്യമാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. വിശദമായ വാദത്തിനൊടുവിലാണ് യുവതിയുടെ ഭർത്താവ് കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചത്. യുവതിക്ക് ശാരീരികവും മാനസികവുമായി ഉണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് നഷ്ടപരിഹാരമായി 10 ലക്ഷം രൂപ പിഴയായി നൽകാൻ ഭർത്താവിനോട് കോടതി ഉത്തരവിട്ടു. ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി.